നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ടയിലെ എടത്താവളത്തിലുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലുള്ള കുടുംബശ്രീ ഫുഡ് കോർട്ടിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ആൾക്കാരിങ്ങനെ തിരക്കും കൂട്ടുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്താ കഴിച്ചത്? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ ഞാൻ കഴിച്ചത് ഇന്നിപ്പം സ്പെഷ്യൽ ഞണ്ട് കറിയായിരുന്നു. ഇഷ്ടമായി. അതെല്ലാ മേളയ്ക്കും ഞാൻ പോയി ഇതുപോലെ കഴിക്കാറുണ്ട്. എനിക്ക് നോക്കാറുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും വന്നാലും ഫുഡ് കോർട്ടിൽ തിരക്കാണ്. എപ്പോഴും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാര്യം അത്രയും ഫുഡ് നല്ലതായിട്ടായിരിക്കുമല്ലോ ഇത്രയും ആൾക്കാർ വരുന്നതും കഴിക്കുന്നതും ഒക്കെ. നമ്മളൊത്തിരി സമയം കൂപ്പൺ എടുക്കാൻ വേണ്ടി കാത്തു നിന്നിട്ടാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അത്ര തിരക്കായിരിക്കും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നല്ല തിരക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അവരും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇവിടെ ഉണ്ട്. മലപ്പുറം, കണ്ണൂർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മലപ്പുറംകാരുടെ ഭക്ഷണമെല്ലാം വളരെ വെറൈറ്റി, നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ അതെല്ലാം അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ചായ ആയാലും പിന്നെ സ്നാക്സ് ആയാലും എല്ലാം നല്ല നല്ല ഫുഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫുഡ് കോർട്ട് വളരെ ഭംഗിയായ വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് രുചിച്ച് നോക്കിയത് ഉണ്ണിയപ്പമാണ്. അത് ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. അത് പ്രത്യേകതരം ആദ്യമായിട്ടാണ് ഞാൻ ഈ ചക്ക കൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം കഴിക്കുന്നത്. വളരെ മധുരമുള്ളതും വളരെ മൃദുവായ ഉണ്ണിയപ്പമായിരുന്നു. ഇനിയും ഏതൊരു ഭക്ഷ്യശാലയിൽ പോയാലും ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചക്കയുടെ ഉണ്ണിയപ്പം തന്നെ കഴിക്കാൻ ചോദിക്കുന്നതായിരിക്കും. കഴിച്ചു. ഞങ്ങളിവിടെ ഡ്യൂട്ടിയിലാണ്. 6 ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു സ്റ്റാളിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ഓരോന്ന് വന്ന് ഡിഫറൻസ് ആയിട്ടുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്കൊരു കപ്പയും മീൻകറിയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് നല്ലതായിരുന്നു. Fantastic, awesome and delicious. അടിപൊളി. ആഡ് പൊറോട്ടയും ചിക്കൻ കറി ഉണ്ട്. പൊറോട്ടയും കൊള്ളാം. പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ പൊറോട്ട ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കൊള്ളാം, അടിപൊളി. ഇവിടെ ആദ്യമായിട്ടാണ്. ചെങ്ങന്നൂരുണ്ടായിരുന്നല്ലോ, അവിടെ സരസ് മേളയിലും ഞങ്ങൾ അല്ലേ സൂപ്പറായിരുന്നു. പാനസുന്ദരി, പിന്നെ ഈ കപ്പ പുഴുങ്ങിയിട്ട് അതിനകത്ത് ചിക്കൻ ഒഴിച്ച് പാൽക്കപ്പ, അതും ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഫുഡ് നമ്മുടെ ഈ അടുത്ത് സരസ് മേള എന്നൊരു മേള നടന്നായിരുന്നു. അപ്പോൾ അതിനെ അപേക്ഷിച്ച് എൻ്റെ വ്യത്യാസമുണ്ട് ഫുഡിന്. നമ്മുടെ ഫുഡ് കോർട്ട് ഒരു സ്പെഷ്യൽ രീതിയിലായിരുന്നല്ലോ അവിടെ. ഇവിടെ സംബന്ധിച്ചോളം അടിപൊളിയാണ്. ഇല്ല, ഞാനിപ്പോൾ കപ്പയും മീൻകറിയാണ് വാങ്ങിച്ചത്. നമ്മുടെ ആലപ്പുഴയിലെ കപ്പയും മീൻകറി അനുസരിച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. വ്യത്യാസമുണ്ട്. അപ്പം തിരുവനന്തപുരത്തെ സ്പെഷ്യലാണെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ടിലുള്ള ഇടുക്കി എന്ന് പറഞ്ഞൊരു സ്റ്റാളിൻ്റെ മുമ്പിലാണ്. സ്റ്റാളിൻ്റെ പേര് ഏതൻസ് എന്നാണ്. ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിടി കോഴിയുണ്ട്. അതേപോലെ തന്നെ കപ്പയെല്ലും പുതിയാപ്പിളക്കോഴി, അങ്ങനെ കുറച്ച് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ക്യൂ നിന്ന് വാങ്ങിക്കുന്ന കാണാം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് ചേച്ചി, എന്തൊക്കെയാണ് നമ്മൾ ഇടുക്കിയിൽ നിന്ന് വന്ന ആൾക്കാരല്ല, അപ്പോൾ എന്തൊക്കെ ഇടുക്കി സ്പെഷ്യൽ എന്തൊക്കെയാണ്? സ്പെഷ്യല് പിടി ഏഷ്യാഡ് എല്ല് കപ്പ, നെയ്പ്പത്തൽ ചിക്കൻ കറി, പിന്നെ ബട്ടൂര ബീഫ് കറി, കപ്പ ബീഫ് കറി. സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പ എല്ലാം അതേപോലെ എന്താ പറയുക, എന്തൊക്കെയാണ് രുചി കൂട്ടുന്നത്? ഏഷ്യയുടേത് ബീഫിൻ്റെ എല്ലും കപ്പയും അത് രണ്ടും കൂടെ മിക്സാക്കി കുക്ക് ചെയ്ത് രണ്ടും കൂടെ മിക്സാക്കും. പിന്നെ പുതിയാപ്പിളക്കോഴി നമ്മളവിടെ അത് അങ്ങനെ കണ്ടുവരാത്തൊരു ഐറ്റമാണ് പുതിയാപ്പിളക്കോഴി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കോഴി. അതിനെ ബോയിൽ ചെയ്ത് അതിനെ പിന്നെ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കും. നിങ്ങളുടെ സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ടോ അതോ എങ്ങനെയാണ്? മസാലക്കൂട്ട് കുറേ പച്ച മസാല ചേർക്കും, ബാക്കി അല്ലാതെ കറിക്കൂട്ടല്ലാതെ ചേർക്കും.